അപകടങ്ങൾ ഇല്ലാത്ത ഒരു ദിവസമില്ല. അപകട ഭീതി മൂലം റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഒരു കാരണവശാലും പൊതുനിരത്തിൽ ഇറങ്ങരുതേ എന്ന് ഞാൻ പറയാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം ഇതെങ്കിലും കേട്ടിട്ട് സർക്കാരോ റോഡ് കോൺട്രാക്ടർമാരോ അവരുടെ ഉത്തരവാദിത്വം പാലിക്കേണ്ടതാണ്. അവർ പാലിക്കാതെ നിരപരാധികളുടെ ജീവനാണ് പൊതുനിരത്തിൽ ചോരക്കളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അപകടങ്ങൾ തന്നെ ഓരോന്നും ഈ റോഡ് അപകടങ്ങളുടെ പ്രധാന വിഷയം അമിത വേഗതയും പിന്നെ ഈ മഴക്കാലത്ത് നിയന്ത്രണം വിട്ടുപോകുന്ന വാഹനങ്ങളുമാണ്. താങ്കൾക്കറിയാമല്ലോ. അതിനെ തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ സർക്കാർ ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് എടുത്തില്ലെന്ന് ദുഃഖത്തോടെ പറയുകയാണ്. കാര്യം ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സ് പിടയുന്നുണ്ട്. കാര്യം ഇത് തടയാൻ പറ്റുന്ന ആയിരുന്നല്ലോ. അപ്പൊ ഇന്ന് പാലക്കാടുണ്ടായ അപകടം ഇന്ന് വെളുപ്പിനുണ്ടായതാണ്. പാവപ്പെട്ട ഒരു കുടുംബം, 7 പേരടങ്ങുന്ന കുടുംബം ചെന്നൈയിലേക്ക് അവർ കാറിൽ വന്നതാണ്. ഇവിടെ ഒരു ഫംഗ്ഷന് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വാളയാറിൽ വെച്ച് ആക്സിഡന്റ് ആയി. അതിനകത്ത് 2 പേര് മരിച്ചു. ആ ദുഃഖം നമുക്ക് എങ്ങനത് തടയാൻ പറ്റും? അവരുടെ കണ്ണീര് കേരളത്തിലാണ് വീണത്, അവരുടെ ചോര വീണത് കേരളത്തിലെ ദേശീയപാതയിലാണ്. അപ്പോ ഇതിന് ഉത്തരവാദികൾ ഉണ്ടാകണമല്ലോ തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പോ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഉണ്ടായ റോഡ് അപകടം. അപ്പോൾ അത് ബസ് മറിഞ്ഞു എന്ന് പറഞ്ഞാൽ 4 വരി പാതയിൽ ഒരു ട്രാഫിക് ഡൈവേർഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിയമപ്രകാരമുള്ള ട്രാഫിക് ഡൈവേർഷൻ സൈൻ ബോർഡുകള്, റിബണുകള്, ട്രാഫിക് കോഡുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. കാര്യം 4 വരി പാതയിലൂടെ ഓടിച്ചു വരുന്ന ഒരു ബസ് പെട്ടെന്ന് റോഡ് ഷ്രിങ്ക് ചുരുങ്ങുന്ന വിവരം ഡ്രൈവർക്ക് മുൻകൂട്ടി അറിയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ വേണം. അവിടെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു കാറ് എന്ന് വെച്ചാൽ എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കാൻ സമയത്ത് ഈ ബസ് കുത്തിനെ മറിഞ്ഞു. എത്ര മണിക്കൂർ റോഡ് ഗതാഗതം സ്തംഭിച്ചു, എത്ര പേർക്ക് പരിക്ക് പറ്റി. ഇതെല്ലാം കാണേണ്ടവർ കാണാത്ത എന്താണ്? ഇപ്പൊ ഞാൻ ജില്ലാ കളക്ടർ ആണെങ്കിൽ ഞാൻ ഈ ഓരോ അപകടത്തിന്റെയും കാരണം സ്വയം ഏറ്റെടുത്തിട്ട് പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കും. ഇവിടെ നമ്മുടെ ജില്ലാ കളക്ടർമാർ ഇതെന്താ കാണുന്നില്ലേ? അവർക്ക് അധികാരം ഉണ്ടല്ലോ, അധികാരം എന്താ അവർ പ്രയോഗിക്കാത്തത്? ഇപ്പൊ പാലക്കാട്ടെ അപകടം തന്നെ ഈ ദിവസങ്ങളില് ഈ ഒരു മാസം തന്നെ എത്ര പേരാണ് പാലക്കാട് വാളയാർ പരിസരത്ത് റോഡ് അപകടങ്ങളിൽ മരിച്ചത്? നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ചെന്ന് വാഹനം ഇടിയും. നിർത്തിയിട്ടിരുന്ന വാഹനം ഒരു കാരണവശാലും പൊതുനിരത്തിൽ ഇടാൻ പാടില്ല. അത് സർവീസ് റോഡിലായാലും കാരിയേജ് വേയിലായാലും നിർത്താൻ പാടില്ലെന്ന് നിയമമുണ്ട്. അഥവാ അത്യാവശ്യം ഇടുകയാണെങ്കിൽ തന്നെ അതിന് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഇടണം. പിന്നെ നമ്മൾ ഡ്രൈവർമാര് പലപ്പോഴും ഉറങ്ങി ഓടിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റില് വെളുപ്പിന് ഈ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താം. കാരണം ഈ പുറത്തുള്ള തണുപ്പും അകത്ത് AC-യുടെ തണുപ്പും പിന്നെ AC ഇല്ലാത്ത വണ്ടിയാണ്, എഞ്ചിന്റെ ചൂടും കൂടെ വരുമ്പോഴേക്കും ഡ്രൈവർ ഉറങ്ങിപ്പോകും. എവിടെങ്കിലും ഒരു 10 മിനിറ്റ് ഒന്ന് സൈഡാക്കിക്കൊണ്ടൊന്ന് ഒരു ചെറിയ ഉറക്കം, ചെറുതായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുഖമൊക്കെ കഴുകി പെട്ടെന്ന് വിട്ടുപോകാം. ഇന്ന് ഞാനിപ്പോ പാലക്കാട് ASP-യോട് സംസാരിച്ചു ഇതിനെപ്പറ്റി. അപ്പോ അവർക്കൊക്കെ മാൻ പവർ ഇല്ല എന്നുള്ള ഒരു പരാതിയാണ്. ഇന്നലെ തൃശ്ശൂർ റൂറൽ SP-യോട് സംസാരിച്ചപ്പോഴും ഇന്ന് പാലക്കാട് ASP-യോട് സംസാരിച്ചപ്പോഴും പറയുന്നത് പോലീസിൽ മാൻ പവർ ഇല്ല. പോലീസിന്റെ എണ്ണം ഈ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ അപകടങ്ങളുടെയും ആനുപാതികമായിട്ട് പോലീസിനെ വർദ്ധിപ്പിക്കുന്നില്ല മാൻ പവർ. അപ്പോൾ അവർക്ക് റോഡിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ പൊതുനിരത്തിലൂടെയുള്ള യാത്ര എന്നും അപകടത്തിലേക്ക് പോവുകയാണ്. കഴിവതും നിങ്ങൾ ട്രെയിനിന് പോകാൻ പറ്റുമെങ്കിൽ ട്രെയിനിന് പോവുക, 2 വീലർ തീർത്തും ഉപേക്ഷിക്കുക, ബസ്സിനകത്ത് യാത്ര ചെയ്യുക. എനിക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കോട്ടയത്തുണ്ടായ എരുമേലിയിലുണ്ടായ അപകടങ്ങളെല്ലാം തന്നെ കോട്ടയം ജില്ലയിലും സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുകയാണ്. അവിടുത്തെ ജില്ലാ കളക്ടർ എന്താ ഇത് അറിയാത്തത്? അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അറിയില്ലേ? എന്താണ് പ്രതിരോധ മാർഗങ്ങൾ? ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എക്സ്പെർട്ട് മെമ്പറാണ്. ഒരു കോൾ എനിക്ക് ചെയ്യാം. എനിക്ക് ഗവൺമെന്റ് വണ്ടിയൊന്നും തന്നിട്ടില്ല. ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ പെട്രോൾ ഒഴിച്ചു വരാം. നിങ്ങളൊരു വിളിക്കന്നെ. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന എന്റെ ഈ ശ്രോതാക്കള്, പ്രേക്ഷകര് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ റെസ്പോണ്ട് ചെയ്യുക, എന്നെ വിളിക്കുക. ഞാൻ വന്ന് ഇത് തടയാൻ പറ്റും. ഇത് ആരും റെസ്പോണ്ട് ചെയ്യാതെ മനുഷ്യൻ ഇങ്ങനെ കുരുതിക്കളമായിട്ട് റോഡുകൾ മാറുമ്പോൾ ഇത് നമ്മുടെ യമൻ എന്ന് പറഞ്ഞ സൗത്ത് യമനേക്കായി മോശപ്പെട്ട രീതിയിലേക്ക് കേരളത്തിലെ റോഡുകൾ മാറുകയാണ്. യമനിൽ സർക്കാരില്ല, ഇവിടെ സർക്കാർ ഉണ്ട്. അതാണൊരു വ്യത്യാസം.
താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉറക്കം, അതും ഈ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ അപകടത്തിന്റെ ഒരു കാരണം തന്നെയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴും വില നൽകേണ്ടി വരുന്നത് ജീവനുകൾക്കാണ് എന്നുള്ളതാണ്. ഈ കുറ്റിപ്പുറത്തെ നോക്കുമ്പോൾ ആ ബസ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. വളരെ ഭാഗ്യം കൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വസിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ വലിയ മഴയുള്ളൊരു സമയമായിരുന്നു. അവിടുത്തെ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട് ഇത് അമിത വേഗത്തിലായിരുന്നു വന്നത്. ഒപ്പം തന്നെ ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ രീതിയിലൊന്നും അല്ലായിരുന്നു വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. നമുക്കറിയാം എല്ലായിടത്തും ഈ റോഡ് പണിയൊക്കെ നടക്കുകയാണ്, വികസനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മഴ സമയമാണ്. ഈ ഡ്രൈവർമാർ തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എങ്കിൽ ഇനിയും എല്ലാ ദിവസവും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാകും, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഡ്രൈവർമാരുടെ പിഴവാണത്. അവർക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഒരു മലപ്പുറം ജില്ലയിലെ കൊടും വളവുകളും ഇറക്കങ്ങളും കയറ്റങ്ങളും ഉള്ള ഒരു ഡിഫിക്കൽട്ട് റോഡ് ടെറയിലാണ്. മലപ്പുറത്തായാലും ഇടുക്കിയിലായാലും പത്തനംതിട്ടയായാലും പല ഭാഗത്തും റോഡ് ടെറൈൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഒരു നല്ലൊരു ഡ്രൈവർ, റെസ്പോൺസിബിൾ ഡ്രൈവർ ആണെങ്കിൽ ആ വളവ് എടുക്കുമ്പോൾ വേഗത കുറച്ച് ഗിയർ ഡൗൺ ചെയ്താണ് എടുക്കേണ്ടത്. അത് വന്ന സ്പീഡിൽ തന്നെ അതേ ഗിയറിൽ തന്നെ മൂവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സ്കിഡ് ചെയ്ത് തല കുത്തനെ മറിഞ്ഞ് ആ ഡ്രൈവർക്കൊന്നും പറ്റിയില്ല. അതേസമയം അതിനകത്തിരുന്ന് യാത്രക്കാർക്ക് പറ്റി. അതേസമയം ആയിരക്കണക്കിന് വണ്ടികൾ രണ്ട് വശമായിട്ട് ബ്ലോക്കിൽ പെട്ടു. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ധാരാളം മാരേജസ് ഒക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ അത്യാവശ്യക്കാരന് എങ്ങും പോകാനാകാത്ത റോഡിൽ സ്തംഭിച്ചു. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വരുന്നതിന് 5-6 മണിക്കൂർ എടുക്കണം 65 കിലോമീറ്റർ വരാനായിട്ട്. കാരണം എന്താ? ഒരു തടി ലോറി റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി. സർവീസ് റോഡിൽ, ആകെ സർവീസ് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ തൃശ്ശൂർ റൂറൽ എസ് പിയോട് സംസാരിച്ചു, എന്താ ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം പറയുന്നത് പോലീസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രിയോറിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രം കടത്തി വിടുക. പ്രിയോറിറ്റി ഉള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകളാണ് ഏറ്റവും പ്രിയോറിറ്റി ഉള്ളത്. അതിനെ കടത്തി വിടുക. തടി ലോറിയും മറ്റും ഒരു ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ രാത്രികാലത്ത് കടത്തി വിടാം. അദ്ദേഹത്തിന് മാൻ പവർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, നിങ്ങളെ സഹായിക്കാം. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിഷമിക്കുകയാണ്. കാര്യം ഈ സംസ്ഥാനത്ത് റോഡ് സുരക്ഷ എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള പേടി എനിക്കുണ്ട്. ഗതാഗതക്കുരുക്ക് താങ്കളും അല്ലെങ്കിൽ ശ്രോതാക്കളും മനസ്സിലാക്കുന്നില്ല. 6 മണിക്കൂറൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രോഗികൾ ഉൾപ്പെടെ വാഹനത്തിൽ ഇരുന്ന് നരയിക്കുകയാണ് ഈ കേരളത്തിൽ. എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ പറ്റി അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ റോഡ് ഗതാഗതം അപ്പാടെ താറുമാറായി. പിന്നെ ഈ പെരും മഴയും കൂടെ വന്നപ്പോഴേക്കും കൂരുമേ കുരു പോലെയായി. നമുക്ക് പരിഹാരം കണ്ടേ തീരൂ, അപകടങ്ങളെ ഒഴിവാക്കിയേ തീരൂ. കാര്യം ഓരോ കുടുംബത്തും കുടുംബനാഥനാണ് മരിക്കുന്നത്. അദ്ദേഹത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ കാത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും കാത്തിരിപ്പുണ്ട്. അവർക്കൊരു പെട്ടിയിലാക്കിയ മൃതശരീരം അല്ല കാണണ്ടേ, ജീവനോടെ തിരിച്ചെത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കൊരു കൂടിയാലോചന വേണം. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം. പ്രത്യേകിച്ചും ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഗതാഗത മന്ത്രിയും ഉണർന്നു പ്രവർത്തിച്ചാൽ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വേണ്ടതൊക്കെ ചെയ്യാം. എനിക്കിതെന്താ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം. 28 കൊല്ലത്തിന്റെ ജോബ് നോളജിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.